ആക്ച്വലി IVF ഒരു കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കഥയൊന്നും വേറെ ഒന്നും പറയാനില്ല. പക്ഷെ അത് ഉണ്ടാവുന്നില്ലെങ്കിൽ, അപ്പോൾ അത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ ചില എഗ്ഗും സ്പേമും തമ്മിൽ ചേരില്ല. ചേർന്ന് കഴിഞ്ഞാൽ അതായത് ആ സ്പേമിന് ചിലപ്പോൾ എഗ്ഗിനെ ഫ്യൂസ് ചെയ്യാൻ ഇതുണ്ടാവില്ല. കാരണം നല്ല സ്പേമൊക്കെ ആയിരിക്കും കൗണ്ടൊക്കെ, പക്ഷേ അതിൽ നിന്ന് സ്പേമിനെ സെലക്ട് ചെയ്തിട്ട് എംബ്രിയോ ഉണ്ടാക്കാൻ നോക്കുമ്പോൾ എംബ്രിയോസ് ഒന്നും ഉണ്ടാവുന്നില്ല. ചിലപ്പോൾ നമ്മൾ ഓവുലേഷനൊക്കെ നോക്കുമ്പോൾ നല്ലതായിരിക്കും, പക്ഷേ എഗ്സ് എടുത്ത് നോക്കുമ്പോൾ എഗ്സ് വളരെ മോശമായിരിക്കും. ചിലപ്പോൾ എഗ്സ് ഇല്ലാത്ത കണ്ടീഷൻ, അതായത് ഫോളിക്കിളൊക്കെ ഉണ്ടാവും എല്ലാ മാസവും ചിലപ്പോൾ 5-10 ചിലപ്പോൾ ഒരു കൊല്ലമൊക്കെ ഫോളിക്കുലർ മോണിറ്ററിംഗ് ഒക്കെ ചെയ്തിട്ട് മാസം നോക്കിയിട്ട് അവർ കുട്ടിക്ക് വേണ്ടി ട്രൈ ഒക്കെ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ എഗ്ഗ് എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ ഈ അൺറപ്ചർഡ് ഫോളിക്കുലർ സിൻഡ്രോം LUF എന്നൊക്കെ പറയും, അതൊന്നും അതിൽ എഗ്ഗ് ഉണ്ടാവില്ല. അപ്പോൾ ആ സ്ത്രീക്ക് ചിലപ്പോൾ ഫോളിക്കുലുണ്ട്, അതിൻ്റെ ഉള്ളിൽ എഗ്ഗില്ല. അത് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് എടുത്തു നോക്കിയാൽ അറിയാനും പറ്റില്ല, വേറെ വഴിയൊന്നുമില്ല. പിന്നെ അതേപോലെ തന്നെ അവർക്ക് ചിലപ്പോൾ ഇംപ്ലാന്റേഷൻ ഫെയിലിയർ, നല്ല എംബ്രിയോ ഒക്കെ ഉണ്ടാവും, പക്ഷേ കുട്ടി ഉണ്ടാകാത്തതിന് മെയിൻ കാരണം നല്ല ഭ്രൂണം ഗർഭപാത്രത്തിൽ ഇട്ടാലും പിടിക്കാത്തൊരു ഗർഭപാത്രമാണെന്ന് വിചാരിക്കുക, റിക്കറൻ്റ് ആയിട്ട് ഇംപ്ലാന്റേഷൻ ഫെയിലിയർ. സോ അത് ഐഡൻറ്റിഫൈ ചെയ്യണമെങ്കിൽ നല്ല എംബ്രിയോ നമ്മൾ ഗർഭപാത്രത്തിൽ ഇട്ട് നോക്കണം. പിന്നെ ജെനറ്റിക്കലായിട്ടുള്ള പ്രോബ്ലംസ്, അതായത് കുട്ടി ഉണ്ടാകുന്ന ഭ്രൂണത്തിലെല്ലാം ജെനറ്റിക്കൽ പ്രോബ്ലം, അച്ഛനോ അമ്മ എന്തെങ്കിലും ക്യാരി ചെയ്യുന്ന എന്തെങ്കിലും ജെനറ്റിക്കൽ പ്രോബ്ലം, ഇതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ട്രീറ്റ്മെൻറ്റിലേക്ക് പോകും. അതുവരെ അതെല്ലാം അൺഎക്സ്പ്ലെയിൻഡ് ആണ്. അപ്പോൾ അൺഎക്സ്പ്ലെയിനിൽ ബേസിക് എല്ലാം നോർമലായിരിക്കും, ബേസിക് ഇവാലുവേഷൻസ് ഒക്കെ നോർമലായിരിക്കും, സ്റ്റിൽ ദേ ആർ നോട്ട് ഗെറ്റിംഗ് ദ ബേബി.